ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമ്മളൊരു വൈറലായിട്ടുള്ളൊരു ടിഷ്യൂ ഫേസ് മാസ്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്കിന്നിലുണ്ടായിരുന്ന ടാനും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാനുള്ള ഒരു ഫേസ് മാസ്കാണ്. സോ അത് നമുക്ക് വേണ്ട ടിഷ്യൂ, ഒരു മുട്ടയുടെ വെള്ള, പിന്നെയാണ് മെയിൻ കോഫി. ഇത് 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള. സോ ഫസ്റ്റ് അതിൻ്റെ മേളിൽ നമ്മൾ ചെറുതായിട്ടൊരു ഹോള് പോലെ ആക്കിയിട്ട് അതിലുള്ള എഗ് വൈറ്റ് നമ്മൾ ഫുൾ എടുക്കണം. നമുക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഞാനതിൻ്റെ ഫുൾ എഗ് വൈറ്റ് എടുത്തു. കാരണം ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കയ്യിലും കാലിലൂടെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കൈ കാലിലാണെങ്കിലും നല്ല ടാനുണ്ട്. സോ അതുകൊണ്ട് ഞാനത് ഫുള്ള് എടുത്തു. വരുന്നില്ല ശരി, കുറേ നേരം ഇങ്ങനെ ആക്കിയിട്ട് അത് വന്നത് തന്നെ. എഗ് യോഗിൻ്റെ ആവശ്യം നമുക്കില്ല, എഗ് യോഗ് വേണ്ട, നമുക്ക് ജസ്റ്റ് എഗ് വൈറ്റ് മാത്രം മതി. പിന്നെ നമുക്കിതിൽ ആഡ് ചെയ്യേണ്ട വേറൊരു സംഭവമാണ് കോഫി. സോ ഇത്രത്തോളം നമുക്ക് കിട്ടി, എഗ് വൈറ്റ് അത് മതി. ഇനി നമുക്ക് കോഫി ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ കോഫി മതി. ഞാൻ പിന്നെ ഒരു കണക്കനുസരിച്ച് അങ്ങ് ഇട്ടു. ഇച്ചിരി കൂടിപ്പോയി, കുഴപ്പമില്ല, എന്നാലും ഇട്ടിട്ട് ഇത് നല്ലോണം ഇനി നമുക്ക് മിക്സ് ചെയ്യണം. കാരണം ഇൻസ്റ്റൻറ്റ് കോഫിയാണ് യൂസ് ചെയ്യേണ്ടത്. ഏത് ഇൻസ്റ്റൻറ്റ് കോഫി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നെസ്കഫെ ആണ് എടുത്തത്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ ഗ്രാനുൾസ് ഉണ്ട്. നല്ലോണം ഇതിലോട്ട് കോഫിയിലോട്ട് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ലോണം ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കത് കാണുമ്പോൾ അറിയാമല്ലോ, കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി വരുമ്പോഴത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാം. നല്ലോണം അപ്ലൈ ചെയ്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ശേഷം ഇതിൻ്റെ തിന്നായിട്ടുള്ള ഒരു ലെയർ എടുത്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ചെറിയായിട്ട് ടിഷ്യൂ പേപ്പർ കുറച്ച് കീറിയിട്ട് നമ്മൾ ഇതിന് മുകളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് ഓൾ ഓവർ നമ്മൾ ലൈറ്റായിട്ടൊരു ചെറിയ തിന്നായിട്ട് നമ്മൾ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ പേസ്റ്റ്. അതിന് മുകളിലാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ അപ്ലൈ ചെയ്ത് വെച്ച് കൊടുക്കേണ്ടത്. അത് നല്ലോണം അതിൽ സ്റ്റിക്ക് ആയിക്കോളൂ. കാരണം നമ്മുടെ എഗ് വൈറ്റ് ഭയങ്കര സ്റ്റിക്കി ആണല്ലോ. സോ അത് പെട്ടെന്ന് അതിലോട്ട് സ്റ്റിക്ക് ആയിക്കോളും. ഞാൻ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാണുമ്പോൾ മനസ്സിലായിക്കോളൂല്ലോ. സോ ആദ്യം തന്നെ നമ്മൾ ഫുള്ള് ഒരു ലെയർ അങ്ങ് ടിഷ്യൂ പേപ്പറിൻ്റെ സ്റ്റിക്ക് ചെയ്യണം ഇതിന് മുകളിൽ. അതിന് ശേഷം ഇച്ചിരി തിക്കായിട്ട്, ഒരുപാട് തിക്ക് വേണ്ട, രണ്ടാമത് ഒന്നുകൂടെ നമ്മളൊരു ലെയറും കൂടെ സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ലാസ്റ്റ് പീൽ ഓഫ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു മാസ്ക് പോലെ വരത്തുള്ളൂ. നേരത്തെ നമ്മൾ ആ ടിഷ്യൂ പേപ്പറൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി വെക്കുമായിരുന്നു. ഇച്ചിരി ഹെൽപ്ഫുള്ളാവും. കാരണം ഞാനിത് അപ്പോൾ കണ്ടില്ലേ, വലിയ പീസൊക്കെ എടുത്ത് ഉടനെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുമായിരുന്നു. അത് കീറാനൊന്നും നിന്നില്ല, ചെറുതായിട്ടൊക്കെ കീറി. എന്നാൽ ജസ്റ്റ് അതിന് മുകളിൽ ഒന്നുകൂടെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര റണ്ണി കൺസിസ്റ്റൻസിയാണ്. സോ മെസ്സിയാണ് ഇച്ചിരി പ്രൊസീജിയർ, ബട്ട് വർത്താണ്. സോ കോഫി നമുക്കറിയാമല്ലോ, കോഫി നമ്മുടെ ഡാർക്ക് സർക്കിൾസ് മാറ്റാനും, നമ്മുടെ സൺ ഡാമേജ് ഉണ്ടായാൽ അത് മാറ്റാനും, ടാൻ മാറ്റാനും, സ്കിന്നിന് ടെക്സ്ചർ നല്ലോണം മാറ്റാനും, ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും കോഫി അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കോഫിയിലുള്ള കെഫെയിൻ അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല റെജുനേറ്റ് ചെയ്ത് ക്ലിയർ ആക്കാൻ, ആക്നീസും ഇതിന് സ്കാർസൊക്കെ മാറാൻ അടിപൊളിയാണ്. ഉണങ്ങാൻ ഭയങ്കര പാടയ്യ. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇത് ഉണങ്ങിയത് തന്നെ. ഭയങ്കര സമയം എടുക്കും നമുക്കിത് ഉണങ്ങാനായിട്ട്. സോ നല്ലതായിട്ട് പേഷ്യൻസ് ചെയ്ത് വെയിറ്റ് ചെയ്യണം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പീലാക്കിയിട്ട്. ഞാനത് പീൽ ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കവിളിൻ്റെ അവിടെയൊക്കെ ചെറിയ കുട്ടി ഹെയർസ് ഉണ്ട്. സോ അത് ജസ്റ്റ് ഇങ്ങനെ പീൽ ചെയ്തപ്പോൾ എനിക്കൊന്ന് ആ ഹെയറിലോട്ട് ഇങ്ങനെ കൊണ്ട് നല്ലൊരു വേദന ഉണ്ടായിരുന്നു. അപ്പർ ലിപ്സിൻ്റെ അവിടെയൊക്കെ ഹെയർ ഉണ്ട്. അതെനിക്ക് അവിടെ ചെറുതായിട്ട് നല്ലൊരു വേദന പോലെ എനിക്ക് തോന്നിയത്. അല്ലാണ്ട് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയ വേദനയൊന്നുമില്ല, പീൽ ചെയ്തെടുക്കും. പിന്നെ നമുക്ക് ഫേസിൽ അങ്ങനെ ഹെയർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തൊക്കെ നല്ലതായിട്ട് വേദന എടുക്കും. ജസ്റ്റ് പിതുക്കി ഇത് നല്ലതായിട്ട് നമ്മൾ പീൽ ചെയ്തെടുത്താൽ മതി, സൂക്ഷിച്ചൊക്കെ. അങ്ങനെ വലിയ കുഴപ്പമായിട്ടൊന്നുമില്ല. എൻ്റെ ചിന്നിൻ്റെ അവിടെ നിന്ന് ഞാനിത് പീൽ ഓഫ് ചെയ്തപ്പം ഇവിടെ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കണ്ടു. അത് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കണം. ഹെയർ ഉള്ളിടത്തൊക്കെ എനിക്കിങ്ങനെ ചെറിയൊരു വേദന പോലെ തോന്നിയത്. ബാക്കിയുള്ളിടത്തൊന്നുണ്ട്, മുടിയൊക്കെ നമ്മുടെ കുടുങ്ങിക്കഴിഞ്ഞാൽ നല്ല വേദന എടുക്കും. സോ നോസിൻ്റെ അവിടെയും കൂടി ഞാനിങ്ങനെ പീൽ ചെയ്തെടുത്തു. ആ സമയത്ത് എനിക്ക് ശരിക്കും അവിടെ ഇഷ്ടം പോലെ വൈറ്റ് ഹെഡ്സ് എനിക്കിങ്ങനെ ഫേസിൻ്റെ അവിടെ നിന്ന് വന്ന് കണ്ടോ, ഇതും കാണാമെന്ന് എനിക്ക് അതായത് വൈറ്റ് കളർ ഡോട്ട്സൊക്കെ ഇല്ലേ, ഇഷ്ടം പോലെ വൈറ്റ് ഹെഡ്സ് എനിക്ക് കിട്ടി. സോ ഇത് സ്കിൻ അടിപൊളിയായിട്ട് എൻ്റെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കി, നല്ല ബ്രൈറ്റ് ആക്കി. എൻ്റെ സ്കിൻ നല്ലൊരു ഒരു പെട്ടെന്ന് ഗ്ലോ കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ടാൻ മാറ്റാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു
ഫേസ് മാസ്ക് ആണ്. ഇത് ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. സ്കിന്നിലുണ്ടാകുന്ന ടാൻ, ഡാമേജ് എല്ലാം മാറ്റി അടിപൊളിയായിട്ടുള്ള സ്കിൻ തരും. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റി. സോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.